ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ തേർഡ് പീരിയഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെ, ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് ജനറേറ്റർ. A generator is a device that continuously produces electricity using electromagnetic induction. അപ്പോൾ ഒരു ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വൈദ്യുത കാന്തിക പ്രേരണമാണ് ഒരു ജനറേറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. A generator is a device that converts mechanical energy into electrical energy. യാന്ത്രിക ഊർജത്തെ വൈദ്യുതി ഊർജമാക്കി പരിവർത്തനം ചെയ്യുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഈ മെക്കാനിക്കൽ എനർജി നൽകുന്നതിന് വേണ്ടി പല സോഴ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പവർ ഹൗസിലാണെങ്കിൽ ജനറേറ്ററിന് കറങ്ങാൻ ആവശ്യമായ മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജം കൊടുക്കുന്നതിന് വേണ്ടി ഡാമുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വാട്ടറിൻ്റെ ഫോഴ്സാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, ജലശക്തിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മളൊരു പോർട്ടബിൾ ജനറേറ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്യൂവൽസാണ്. പ്രധാനമായിട്ടും ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ കെറസിൻ, മണ്ണെണ്ണ ഒക്കെയാണ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇനി മെക്കാനിക്കൽ എനർജി നൽകുന്നതിന് വേണ്ടി വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടത്തി, ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫിഷൻ നടത്തി അതിലൂടെ കിട്ടുന്ന എനർജി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് വാട്ടർ ബോയിൽ ചെയ്ത് അതിൻ്റെ സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട്, സ്റ്റീമിൻ്റെ എനർജി യൂസ് ചെയ്തുകൊണ്ട് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററുകളുണ്ട്. മെക്കാനിക്കൽ എനർജി ഏത് രൂപത്തിലാണ് ജനറേറ്ററിന് കൊടുക്കുന്നതെങ്കിലും ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടത്തി കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഒരു AC ജനറേറ്ററിൻ്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റിലെ ഡയഗ്രമാണ് നിങ്ങളവിടെ കാണുന്നത്. AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടത്താനുള്ള ഒരു ഉപകരണമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടത്തണമെങ്കിൽ അതിനൊരു മാഗ്നറ്റ് വേണം. ആ മാഗ്നറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫീൽഡ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് അല്ല, ഒരു സെറ്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ നോർത്ത് പോൾ ഓഫ് വൺ മാഗ്നറ്റ് ആൻഡ് സൗത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ആർമേച്ചർ. ആർമേച്ചർ എന്ന് വെച്ചാൽ ഒരു കോയിൽ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൊണ്ടുള്ള ഒരു കോയിൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. എപ്പോഴും ആർമേച്ചർ തന്നെ റൊട്ടേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ചിലപ്പോൾ ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് ആയിരിക്കും ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയും വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെയുമുള്ള ജനറേറ്ററുകൾ ഉണ്ട്. ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിന്, ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിന് ക്രമീകരിച്ചിരിക്കുന്നത് ആർമേച്ചറിനെയാണ്. അപ്പോൾ ആർമേച്ചർ എന്ന് വെച്ചാൽ ഒരു കോയിലാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ആ കോയിലിനകത്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോയിലിൽ നിന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക്, ബാഹ്യ സർക്യൂട്ടിലേക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതിനുവേണ്ടി നേരിട്ട് നമുക്ക് ആ കോയിൽ നേരിട്ട് നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ഒരു ലീഫിൽ നമ്മളൊരു ചരട് കെട്ടി, ഒരു നീളമുള്ള ചരട് കെട്ടിയേക്കുക, എന്നിട്ട് ഫാൻ കറക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഫാൻ കറങ്ങുമ്പോൾ ആ ചരട് ഫാനിൽ ചുറ്റി പിടിക്കും. എന്ന് പറഞ്ഞതുപോലെ ഒരു AC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൻ്റെ ആ കോയിൽ തുടർച്ചയായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എക്സ്റ്റേണലായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയറ് ചുറ്റിപ്പിടിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ ഈ ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ, ആ ഇൻഡ്യൂസ്ഡ് EMFനെ നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണമാണ് നിങ്ങൾക്ക് അവിടെ താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് കാണുന്നത് രണ്ട് റിങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്. രണ്ട് റിങ്ങുകൾ, രണ്ട് വളയങ്ങൾ, ഫുൾ റിങ്ങുകളാണ്. R1 ആൻഡ് R2 രണ്ട് റിങ്ങുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ റിങ്ങുകളെ വിളിക്കുന്ന പേര് സ്ലിപ്പ് റിങ് എന്നാണ്. സ്ലിപ്പ് റിങ് എന്ന് അതിനെ വിളിക്കാൻ കാരണം അത് എപ്പോഴും സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയാണ് അത് സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് രണ്ടും R1
റിങ് B1 ബ്രഷിൽ ഒരു ബ്രഷിൽ ഒരഞ്ഞുകൊണ്ടാണ് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രഷിൽ റബ്ബ് ചെയ്തുകൊണ്ടാണ് ആ റിങ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഈ ആർമേച്ചർ കോയിലിൽ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ആ ഇലക്ട്രിസിറ്റിക്ക് പ്ലസും മൈനസും ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ആർമേച്ചർ കോയിലിൻ്റെ ഒരു എൻഡിൽ പോസിറ്റീവും മറ്റേ എൻഡിൽ നെഗറ്റീവും ആയിരിക്കും വരിക. അപ്പോൾ ആ രണ്ട് എൻഡുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി പുറത്തെടുക്കാനാണ് ആ രണ്ട് സ്ലിപ്പ് റിങ്ങുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റിങ്ങിൽ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ റിങ്ങിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ റിങ്ങിലുണ്ടാകുന്ന കറണ്ടിനെ പുറത്തേക്ക് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കണമെങ്കിൽ ആ ബ്രഷ് വഴി, ആ ബ്രഷ് എന്ന് വെച്ചാൽ ഗ്രാഫൈറ്റ് ബ്രഷാണ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഗ്രാഫൈറ്റ് ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ, വൈദ്യുതി വാഹിയാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് ബ്രഷിൽ ഉരസിക്കൊണ്ടാണ്, റബ്ബ് ചെയ്തുകൊണ്ടാണ് ഈ റിങ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ R1 റിങ്ങിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ഏതോ അത് B1 ബ്രഷിലൂടെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രഷ് പെർമനൻ്റ് ആയിട്ട് ഉറപ്പിച്ച് നിർത്തിയിരിക്കുക, റിങ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ റിങ് എല്ലാ സമയത്തും R1 റിങ് B1 ബ്രഷിൽ റബ്ബ് ചെയ്തുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ റിങ് R2 B2 ബ്രഷിൽ റബ്ബ് ചെയ്തുകൊണ്ടാണ് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. R1 റിങ്ങിലുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ആ B1 ബ്രഷിലൂടെയും R2 റിങ്ങിലുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി B2 ബ്രഷിലൂടെയും നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സ്ലിപ്പ് റിങ്ങുകളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ബ്രഷ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആർമേച്ചറിലേക്ക് ഒന്ന് നോക്കാം. ആർമേച്ചറിൽ ABCD ഇങ്ങനെ കാണിക്കുന്ന ആ ഭാഗം, ആ സ്ക്വയർ, ആ റെക്റ്റാങ്കിൾ പോലെ ഇരിക്കുന്ന ഭാഗം, അത് ഒരു കമ്പിച്ചുറ്റ്, ഒരു ചുറ്റാണ്, 1 ടേൺ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ABCD എന്ന് പറയുന്നത് ഒരു ടേൺ ആണെങ്കിൽ അതേപോലെ മില്യൺസ് ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും ഈ ആർമേച്ചറിനകത്ത്. അപ്പോൾ അതിൽ ഒരു ടേൺ എങ്ങനെയാണെന്ന് നോക്കി അതിലെ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണ്, AB-യിൽ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണ്, CD-യിൽ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ല, അത് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഇത് റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നിങ്ങൾക്കറിയാം ഓരോ ഫിംഗറുകൾ എന്തിനാണ് കാണിക്കണമെന്നല്ലേ. തമ്പ് ഫിംഗർ മൂവ്മെൻറ്റ്, ഈ 4 ഫിംഗർ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ, ഈ മിഡിൽ ഫിംഗർ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് വെച്ചുകൊണ്ട് നമുക്കറിയാം ഈ 4 ഫിംഗർ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പിടിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഈ ഞാൻ വരച്ചേക്കണ വെച്ചുകൊണ്ട് AB ഇങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്, ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് കറങ്ങണ ഡയറക്ഷനിൽ എനിക്ക് വെക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കും ഫിംഗർ പിടിക്കുക. കണ്ടോ, AB ഇങ്ങോട്ടേക്ക് കറങ്ങുന്നു, അപ്പോൾ എൻ്റെ ഈ ഫിംഗർ ഇങ്ങോട്ടേക്ക്. അതുപോലെ ഈ ഫിംഗർ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആ ഡയറക്ഷനിൽ പിടിച്ചു. 4 ഫിംഗർ നോർത്തിൽ നിന്ന് സൗത്ത് ഡയറക്ഷനിൽ പിടിച്ചു. ഈ ഫിംഗർ ഇത് AB ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കറങ്ങുന്ന ഡയറക്ഷനിൽ പിടിച്ചു. അപ്പോൾ എൻ്റെ മിഡിൽ ഫിംഗർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും A to B ആണ്. കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. ഇതിങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ കേട്ടോ, ഇങ്ങനെ എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ. അതേസമയം നമ്മൾ CD-യിലാണ് വെച്ച് നോക്കുന്നതെങ്കിൽ, CD-യിലാവുമ്പോൾ AB ഇങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ CD ഇങ്ങോട്ടല്ലല്ലോ കറങ്ങുന്നത്, CD അങ്ങോട്ടേക്കാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ CD-യിലാണെങ്കിൽ CD എങ്ങോട്ടാണ് കറങ്ങുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങോട്ടേക്കാണ് കറങ്ങുന്നത്. AB ഇങ്ങോട്ട് കറങ്ങുമ്പോൾ CD അങ്ങോട്ടേക്കാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ CD കറങ്ങുന്ന ഡയറക്ഷനിൽ ഞാൻ എൻ്റെ തമ്പ് ഫിംഗർ വെച്ചു. അതുപോലെ തന്നെ എൻ്റെ 4 ഫിംഗർ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വെച്ചു. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ താഴേക്ക് എന്ന് വെച്ചാൽ സിയിൽ നിന്ന് ഡിയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും AB-യിൽ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെന്നും ഇവിടെ സിയിൽ നിന്ന് ഡിയിലേക്കാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എയിൽ നിന്ന് ബി, ഇവിടെ സിയിൽ നിന്ന് ഡി. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇലക്ട്രിസിറ്റി എപ്പോഴും ഇത് B1 ബ്രഷാണ്, ഇത് B2 ബ്രഷാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങനെ വന്ന് B2 ബ്രഷിൽ നിന്ന് B1 ബ്രഷിലേക്ക് ആയിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. B2 ബ്രഷിൽ നിന്ന് B1 ബ്രഷിലേക്കാണ്
ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് നമുക്ക് കാണുവാനായിട്ട്. ജനറേറ്ററിൽ ഫീൽഡ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഈ സൗത്തും നോർത്തും ഈ മാഗ്നറ്റ് ഉണ്ടെങ്കിലാണ് ഇതിനിടയ്ക്കാണ് ഫ്ലക്സ് ലൈൻസ് ഉള്ളത്. ഈ ഫ്ലക്സ് ലൈൻസിനെ ഈ ആർമേച്ചർ കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനറേറ്ററിൽ എന്തിനാണ് ഫീൽഡ് മാഗ്നറ്റ്? ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഇനി നമ്മൾ രണ്ടാമത് കാണുന്നത് ഈ ആർമേച്ചറാണ്. ഈ ആർമേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ കോയിലാണ്. മില്യൺസ് ഓഫ് കോയിൽ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി ഇതിനൊരു പൊതുവായിട്ടൊരു കോറിന്, ഒരു സോഫ്റ്റ് അയൺ കോറിന് മുകളിലാണ് ഇത് വൗണ്ട് ചെയ്തിരിക്കുന്നത്, ഇത് ചുറ്റിയിരിക്കുന്നത്. ഒരു പച്ചിരുമ്പ് കോറിന് ചുറ്റും ചുറ്റിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ആക്സിലിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. സൈക്കിളിൻ്റെയൊക്കെ ടയർ കറങ്ങുന്ന പോലെ ഒരു ആക്സിലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആർമേച്ചറിനെ രണ്ട് എൻഡുമായിട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുവാണ്, വിളക്കി ചേർത്തിരിക്കുകയാണ്. ഇത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇതും റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ സ്ലിപ്പ് റിങ്ങുകളിൽ നിന്നാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഇൻഡ്യൂസ്ഡ് EMF എടുക്കുന്നത്. അതുപോലെ ഗ്രാഫൈറ്റ് ബ്രഷ് എപ്പോഴും ഈ സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് റബ്ബ് ചെയ്തായിരിക്കുന്ന കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് സ്ലിപ്പ് റിങ്ങിലൂടെ ഉള്ള ഇലക്ട്രിസിറ്റി ഈ രണ്ട് ബ്രഷുകളിലൂടെയാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത്. ഒരു AC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഒരു AC-യുടെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു റൊട്ടേഷനിലുണ്ടാകുന്ന കറണ്ടാണ്. ഒരു ആർമേച്ചർ കോയിൽ ഒരു സിംഗിൾ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ AC-യുടെ ഗ്രാഫാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു സൈക്കിൾ എന്ന് നമുക്കറിയാം. ഇത് ഒരു സൈക്കിളാണ്. ഇതിനകത്ത് ഇവിടം വരെയുള്ളത് ഒരു ഹാഫ് റൊട്ടേഷൻ. അടുത്ത ഈ ഹാഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് റൊട്ടേഷനാണ്. ഇങ്ങനെ ഒരു ഫുൾ റൊട്ടേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ഹാഫ് റൊട്ടേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കൊന്നും അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. രണ്ട് ഹാഫ് റൊട്ടേഷനുണ്ട്. അതിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് റൊട്ടേഷനും, ഒരു ഫുൾ റൊട്ടേഷൻ നോക്കിയാൽ അതിൽ ഈ ഫസ്റ്റ് ഹാഫിൽ എൻ്റെ കൈയുടെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വരുന്ന ഡയറക്ഷൻ വരയ്ക്കുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ആ ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയാണ് എൻ്റെ കൈയുടെ ഡയറക്ഷൻ. ഇനി സെക്കൻഡ് ഹാഫിൽ നിങ്ങളെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ മുകളിലേക്കാണ്, താഴെ നിന്ന് മുകളിലേക്കാണ് ഡയറക്ഷൻ. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഞാനിത് പറഞ്ഞത് ഒരു റൊട്ടേഷനിൽ രണ്ട് ഹാഫ് റൊട്ടേഷനുകളുണ്ട്. ആർമേച്ചർ കോയിൽ ഒരു റൊട്ടേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഡയറക്ഷനിൽ, അതിൻ്റെ ഫസ്റ്റ് റൊട്ടേഷനിൽ ഫസ്റ്റ് ഹാഫിൽ ഈ ഡയറക്ഷനിലാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഡയറക്ഷൻ ആയിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ റൊട്ടേഷൻ ഒന്ന് കാണിച്ചു തന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുമ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനും ഫ്ലെക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഫ്ലെക്സ് ലൈൻസിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറണ്ട് ഒരു ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ പഠിച്ചേക്കണേ. അപ്പോൾ ഒരു ആർമേച്ചർ ഒരു റൊട്ടേഷനിൽ തന്നെ രണ്ട് ഫസ്റ്റ് ഹാഫിൽ ഫ്ലെക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഏതോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലെക്സ് ലൈൻസിനെ സെക്കൻഡ് ഹാഫിൽ കട്ട് ചെയ്യുന്നത്. ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഫസ്റ്റ് ഹാഫിൽ കട്ട് ചെയ്യുന്ന ഡയറക്ഷനും സെക്കൻഡ് ഹാഫിൽ കട്ട് ചെയ്യുന്ന ഡയറക്ഷനും സെയിം അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈ ഡയറക്ഷനിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ്, ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്ന കറണ്ടാണ് ഈ ഡയറക്ഷൻ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ടാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ട് AC ഇങ്ങനെ ഞാൻ വരച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെ അല്ലേ, ഇങ്ങനെ വരയ്ക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ട് ഹാഫിലും സെയിം റൊട്ടേഷനിലാണ് കട്ട് ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു AC-യുടെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ വന്ന ഫസ്റ്റ് ഹാഫിൽ ഒരു ഫുൾ റൊട്ടേഷനിൽ തന്നെ രണ്ട് പ്രാവശ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് റൊട്ടേഷനിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ഇതാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ലൈനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷനുമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഒരു ആർമേച്ചർ കോയിൽ ഫസ്റ്റ് ഹാഫിൽ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷനും സെക്കൻഡ് ഹാഫിൽ കട്ട് ചെയ്യുന്ന ഡയറക്ഷനും രണ്ടും രണ്ടാണ്.
അപ്പോൾ ഫസ്റ്റ് ഹാഫിലുണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഹാഫിലുണ്ടാവുന്ന കറണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത റൊട്ടേഷൻ വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അടുത്ത റൊട്ടേഷൻ്റെ ഹാഫിൽ അടുത്ത ഹാഫ് ഇനി ഇപ്പോൾ ഒരു ഫുൾ ഹാഫ് കറങ്ങി അടുത്ത ഒരു ഹാഫ് ഇത് ഇവിടം വരെ വരുമ്പോഴേക്കും അടുത്ത ഒരു ഹാഫ് സൈക്കിൾ ഇവിടെ വരും, പിന്നെ ഇത് കറങ്ങുമ്പോൾ ഇവിടെ ഒരു ഹാഫ് സൈക്കിൾ വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൊട്ടേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കൊന്ന് നോക്കാം. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അളവ് എന്തോരം ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കി പോവുക. ഇത് കുറച്ചും കൂടെ കൂടി, ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ കൂടി, കണ്ടോ, ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തത് ഇവിടെ വരെ ഇൻക്രീസ് ചെയ്തു, കണ്ടോ, ഇതാണ് മാക്സിമം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 90 ഡിഗ്രിയിൽ എന്ന് എഴുതിയേക്കണ ഭാഗത്ത് വരുമ്പോൾ മാക്സിമം മാഗ്നിറ്റ്യൂഡായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡിക്രീസ് ചെയ്ത് അവസാനം അത് ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ 0യിലേക്ക് എത്തും. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരുപോലെയല്ല. എ സിയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ എ സിക്ക് ഡയറക്ഷൻ ചേഞ്ച് ആവുമെന്ന് മാത്രമല്ല, കറണ്ട് എല്ലായ്പ്പോഴും കറണ്ടിൻ്റെ ലഭ്യമാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡിന് ഒരു മാക്സിമം പോയിൻ്റും ഉണ്ട്, ഒരു മിനിമം പോയിൻ്റും ഉണ്ട്. കണ്ടോ, മിനിമം, മാക്സിമം, മിനിമം, അതുപോലെ തന്നെ ഇവിടെ മാക്സിമം, മിനിമം, അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ ചെറിയൊരു ഡെമോ നിങ്ങളെ കാണിക്കാനായിട്ട് പോവുകയാണ്. ഇതെന്താണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് ആണ് ആർമേച്ചർ, ABCD. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ABCD. അങ്ങനെ നമുക്ക് ഒരു കോയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ധാരാളം കോയിലുകൾ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോയിലുകൾ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര ചുറ്റുണ്ടെന്ന്, എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് ഇവിടെ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. കാണാം, ഈ നോർത്തിനും സൗത്തിനും ഇടയ്ക്കാണ് ഇതിങ്ങനെ കറങ്ങുന്നത്, ഇങ്ങനെ തിരിയുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫ്ലക്സ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഫ്ലക്സ് ലൈൻസ് മാക്സിമം കട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും ഇവിടെ വിഡ്ത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ആർമേച്ചർ കോയിൽ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പാണ്, ഈ ഫ്ലക്സ് ലൈൻസ് ഒട്ടും തന്നെ കട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 90 എന്ന് പറയുന്ന പൊസിഷൻ, ഈ 90 ഡിഗ്രിയിൽ എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷൻ്റെ ഒരു ക്വാർട്ടർ ടൈം, അതാണ് T/4 എന്ന് എഴുതിയേക്കണേ. ഒരു ഫുൾ റൊട്ടേഷൻ T ആണെങ്കിൽ അതിൻ്റെ ക്വാർട്ടർ, ഒരു കാൽ ഭാഗമാണ് T/4 എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ക്ലോക്ക് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 12ൽ നിന്ന് 3ലേക്ക്, ആ സൂചി 3ലേക്ക് വരുമ്പോൾ ഇത്രയും വരുമ്പോൾ 90 ഡിഗ്രി ആംഗിളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊരു ഹാഫ് റൊട്ടേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഈ 3 വരെയുള്ള, ഇവിടെ നിന്ന് തൊട്ട് 3 വരെയുള്ള ഈ ആംഗിളാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ വന്നു എന്ന് വെച്ചാൽ ക്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ 6ൻ്റെ സ്ഥാനം അല്ലേ, അവിടം വരെ തിരിഞ്ഞു. അപ്പോൾ 180. ഇനി 270 എന്ന് പറഞ്ഞാൽ എവിടം വരെ ആയിരിക്കും, 9ൻ്റെ സ്ഥാനം വരെ, ഇതാണല്ലോ 9 വരുന്നത്. അപ്പോൾ ആംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയുമാണ് 270 ഡിഗ്രി എന്ന് പറയുന്നത്. ഇത്രയും തിരിഞ്ഞു. ആ 270 ഡിഗ്രി തിരിയുമ്പോഴാണ് ഈ അവസ്ഥ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ 360 ഡിഗ്രിയാണ് തിരിഞ്ഞത്. അപ്പോൾ ഒട്ടും തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ആർമേച്ചർ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം, 90 ഡിഗ്രിയിലല്ല ഈ ആർമേച്ചർ ഇരിക്കുന്നത്. ആർമേച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് 0യിൽ നിൽക്കുന്നത്. ഇനി ഈ ആർമേച്ചർ ഇത് ഇങ്ങനെ കറങ്ങുകയാണ്. ഇങ്ങനെ കുറേശ്ശെ കറങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാൻ പാകത്തിന് ഇപ്പോൾ വരുന്നത് കണ്ടോ. ഇനിയും കറങ്ങുവാണ്, ഇനിയും കറങ്ങി കുറഞ്ഞു വന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഈ 180-ലെത്തി കണ്ടോ. ഇപ്പോഴും ഒട്ടും ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല.
അത് കഴിഞ്ഞ് എതിർ ഡയറക്ഷനിലാണ് ഇനി വരുന്നത്. എതിർ ഡയറക്ഷനിൽ 270 തിരിയുന്നത് കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ 270 വീണ്ടും മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെയും അത് ഇങ്ങനെ കറങ്ങുവാണ്, കറങ്ങി ഇങ്ങനെ വരുമ്പോൾ വീണ്ടും 360. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഇപ്പോൾ 0-ലാണ് ഇരിക്കുന്നത്, കറങ്ങുവാണ്, 90-ൽ വന്നു, ഇപ്പോൾ 90-ലാണ് ഇരിക്കുന്നത്. ഇനി 180-ൽ വന്നു, 180-ൽ വരുമ്പോൾ ഈ പൊസിഷനാണ്. അപ്പോൾ ഒട്ടും തന്നെ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നില്ല. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുവാണ്, തിരിഞ്ഞ് വീണ്ടും 270-ൽ വന്നു, 270-ൽ വന്നപ്പോൾ വീണ്ടും മാക്സിമത്തിനെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോവുക, 360-ലേക്ക് പോവുക. അപ്പോൾ വീണ്ടും മിനിമമായി. അപ്പോൾ എന്തുകൊണ്ടാണ് എ സിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ അളവ് എല്ലായ്പ്പോഴും വ്യത്യസ്തമായിരിക്കുന്നതെന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു ആർമേച്ചർ ഇങ്ങനെ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ഈ ആർമേച്ചർ ഒരു റൊട്ടേഷൻ്റെ എല്ലാ സമയത്തും ഒരേപോലെ അല്ല ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒട്ടും തന്നെ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നില്ല. അതേസമയം ആർമേച്ചർ ഇങ്ങനെ കുറച്ച് തിരിഞ്ഞു വരുന്തോറും അത് കട്ട് ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണം കൂടി വരുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ വരുമ്പോൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതൽ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്ത് അവസാനം അത് ഈ പൊസിഷനിൽ വരും, 90 ഡിഗ്രിയിൽ വരും. അപ്പോൾ അത് മാക്സിമത്തെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെയും അതിങ്ങനെ ചെരിയുക, ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണം കുറഞ്ഞു വരിക, കുറഞ്ഞ് ഏറ്റവും 0-ൽ വരും. ഒട്ടും ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാത്ത സമയം വരും. അത് കഴിഞ്ഞ് വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലൈൻസിനെ കൂടുതൽ കട്ട് ചെയ്ത് വീണ്ടും ഒരു മാക്സിമത്തിൽ വരും. കണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എ സിക്ക് വ്യത്യസ്ത മാഗ്നിറ്റ്യൂഡ് ഉള്ളത്? അത് ഒരു ആർമേച്ചർ കോയിൽ ഒരു റൊട്ടേഷൻ്റെ ഓൾ ടൈമിൽ എല്ലാ സമയത്തും കട്ട് ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഒട്ടും ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാത്ത സമയമുണ്ട്, മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന സമയമുണ്ട്. ഒട്ടും ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യാത്ത സമയങ്ങളാണ് 180, 360-ൽ ആയിരിക്കുന്ന അവസ്ഥ. അതേസമയം മാക്സിമം കട്ട് ചെയ്യുന്ന അവസ്ഥകളാണ് 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും ഇതായിരിക്കുന്ന അവസ്ഥയിൽ മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യും. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് 50 ഹെർട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട്? ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഇത്രയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഇതുപോലത്തെ 50 സൈക്കിളുണ്ട്. 50 സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് 50 ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സൈക്കിൾ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രാവശ്യം, ഒരു റൊട്ടേഷൻ, ഒരു ഫുൾ റൊട്ടേഷനിലാണ് ഒരു സൈക്കിൾ ഉണ്ടാവുന്നത്. അപ്പോൾ 50 സൈക്കിൾ ഉണ്ടാവണമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആർമേച്ചർ കറങ്ങണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 50 ഹെർട്സിലുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ജനറേറ്ററിൻ്റെ ആർമേച്ചർ കോയിൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം കറങ്ങണം. ഒന്നും എണ്ണുന്ന സമയമാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ 50 ടൈംസ് കറങ്ങണമെങ്കിൽ ആ ആർമേച്ചറിൻ്റെ സ്പീഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയും സ്പീഡിൽ ഈ ആർമേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഹൗസിലെ ജനറേറ്റർ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആർമേച്ചർ എന്ന് വെച്ചാൽ ടൺ കണക്കിന് ഭാരമുള്ള ആർമേച്ചർ ആയിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു ആർമേച്ചറിനെ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം കറങ്ങണ രീതിയിൽ അത്രയ്ക്ക് സ്പീഡിൽ അതിനെ കറക്കണമെങ്കിൽ എത്ര ഫോഴ്സിലായിരിക്കും വാട്ടർ അല്ലെങ്കിൽ ജലം അതിൻ്റെ വാട്ടർ വീലിലേക്ക് എത്ര പ്രഷറായിരിക്കും കൊടുക്കുന്നത്? അപ്പോൾ എത്രയ്ക്ക് ഒരു സെക്കൻഡിൽ എത്ര വെള്ളമായിരിക്കും ഇതിനെ കറക്കാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുക? അപ്പോൾ ഡാമൊക്കെ പെട്ടെന്ന് കാലിയാവും. ജനറേറ്റർ 50 പ്രാവശ്യം കറങ്ങാതെയാണ് ഈ 50 ഹെർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ജനറേറ്ററിൻ്റെ ആർമേച്ചർ ഒരു സെക്കൻഡിൽ 50 ടൈംസ് റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ 50 ഹെർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിനുവേണ്ടി ജനറേറ്ററിൽ ചില ട്രിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രിക്കുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ട AC ജനറേറ്റർ എന്താ നമ്മൾ കണ്ടത്? അതിനകത്ത് ഒരു ആർമേച്ചർ കോയിലേ നമ്മൾ കണ്ടോളൂ, അല്ലേ? ഒരു ആർമേച്ചറും ഒരു സെറ്റ് മാഗ്നറ്റും. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു സെറ്റ് മാഗ്നറ്റും അതിൻ്റെ അവിടെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു ആർമേച്ചർ കോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 50 ഹെർട്സ് ഇത് ഉപയോഗിച്ച് 50 ഹെർട്സ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആർമേച്ചറിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. അത് ഒട്ടും പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ 50 ഹെർട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പിന്നെ എന്തായിരിക്കും ചെയ്യുക? അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കാണ് മോർ ദാൻ 1 ആർമേച്ചർ യൂസ് ചെയ്യും. ഒരു ജനറേറ്ററിനകത്ത് ഒന്നിൽ കൂടുതൽ ആർമേച്ചറുകളും യൂസ് ചെയ്യും,
ഒന്നിൽ കൂടുതൽ സെറ്റ് മാഗ്നറ്റുകളും യൂസ് ചെയ്യും. അപ്പോൾ 50 ഹെർട്സ് സൃഷ്ടിക്കാൻ വേണ്ടി സാധാരണ ജനറേറ്ററിൽ എന്ത് ചെയ്തേക്കുക, ഒരു ആർമേച്ചറും ഒരു മാഗ്നറ്റ് സെറ്റും അല്ല ഉള്ളത്, ഒരു ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഒരു സെറ്റും ആർമേച്ചറിൻ്റെ ഒരു സെറ്റും അല്ല ഒരു ജനറേറ്ററിനകത്തുള്ളത്. അതിന് പകരം മോർ ദാൻ 1, ചിലപ്പോൾ 3 സെറ്റ് അല്ലെങ്കിൽ 6 സെറ്റ് ആർമേച്ചർ കോയിൽ, അത്രയും തന്നെ ഫീൽഡ് മാഗ്നറ്റുകളും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ 50 ഹെർട്സിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 50 റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു റൊട്ടേഷനിൽ 2 പ്രാവശ്യം കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 50 റൊട്ടേഷൻ ആണെങ്കിൽ 50 റൊട്ടേഷൻ വരുമ്പോൾ, ഒരു സെക്കൻഡിൽ 50 റൊട്ടേഷൻ വരുമ്പോൾ എത്ര പ്രാവശ്യം ഇലക്ട്രിസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു റൊട്ടേഷനിൽ 2 വെച്ച് 50 × 2 100 പ്രാവശ്യം ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ടിന് ഒരു സെക്കൻഡിൽ 100 ടൈംസ് ഡയറക്ഷൻ ചേഞ്ച് വരുന്നുണ്ട്, പ്ലസും മൈനസും ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ജനറേറ്റർ ശ്രദ്ധിച്ചപ്പോൾ ആ ജനറേറ്ററിൻ്റെ സ്ലിപ്പ് റിങ് എപ്പോഴും ഈ ബ്രഷിൽ ഇങ്ങനെ ഉരസിക്കൊണ്ടാണ്, റബ്ബ് ചെയ്തുകൊണ്ടാണ് അത് നീങ്ങുന്നത്. ഒരു ജനറേറ്റർ എന്ന് വെച്ചാൽ 24 അവേഴ്സും അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ മുഴുവൻ സമയങ്ങളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ സ്ലിപ്പ് റിങ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഗ്രാഫൈറ്റ് ബ്രഷുകൾ പെട്ടെന്ന് തന്നെ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും, അല്ലെ അത് തേഞ്ഞു പോകും, അതിന് തേയ്മാനം സംഭവിക്കും. അപ്പോൾ കൂടെ ബ്രഷുകൾ റീപ്ലേസ് ചെയ്യേണ്ട വന്നേക്കാം, അല്ലേ? അതുപോലെ തന്നെ ഈ സ്ലിപ്പ് റിങ്, ഈ ബ്രഷിൽ ഇങ്ങനെ ഉരസി പോകുന്ന സ്ലിപ്പ് റിങ്ങിലാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ആ ഇലക്ട്രിസിറ്റി ആ സ്ലിപ്പ് റിങ് എപ്പോഴും ബ്രഷിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അപകടകരമായ കാര്യങ്ങളാണ്. അപ്പോൾ 2 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. ഈ സ്ലിപ്പ് റിങ് ബ്രഷിൽ ഇങ്ങനെ ഉരസുന്നത് കൊണ്ട് ബ്രഷ് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്തെന്നോ, ഇത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഈ ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെക്കും. എന്ന് വെച്ചാൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യില്ല. ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ഈ ഫീൽഡ് മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ഫീൽഡ് മാഗ്നറ്റ് നമ്മൾ നോക്കി അത് സാധാരണ ഒരു കാന്തം, അതിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫീൽഡ് മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെക്കുന്ന ഒരു സംവിധാനമാണ് സാധാരണ ജനറേറ്ററുകളിൽ ഉള്ളത്. ജനറേറ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടത് AC ആണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഒരു ജനറേറ്ററിൽ നിന്ന് DC പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? DC പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററിനെ വിളിക്കുന്ന പേരാണ് DC ജനറേറ്റർ. അതിൻ്റെ ചിത്രം നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം. ആ ജനറേറ്റർ ഒരു AC ജനറേറ്ററുമായിട്ട് താരതമ്യം ചെയ്ത ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ എല്ലാം സെയിം ആണ്. പക്ഷേ അതിൻ്റെ ആർമേച്ചറിൻ്റെ 2 എൻഡിലും കണക്ട് ചെയ്തിരിക്കുന്ന സ്ലിപ്പ് റിങ്ങുകളെ മാറ്റിയിട്ട് 2 സ്പ്ലിറ്റ് റിങ്ങുകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് റിങ് R1 R2 ഉണ്ട്. അത് B1 B2 ബ്രഷുകളിൽ ഇങ്ങനെ മാറി മാറി സ്പർശിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി, ആ ആർമേച്ചറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഡയറക്ഷൻ മാറുന്നതാണെങ്കിലും അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി എപ്പോഴും സെയിം ഡയറക്ഷനിൽ ഉള്ളതായിരിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സംവിധാനം സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് ആ സംവിധാനത്തിനെ വിളിക്കുന്നത്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ എന്തിനാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC-യെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് DC ആക്കി നമുക്ക് എടുക്കുന്നതിന് വേണ്ടി ആ ആർമേച്ചറിൻ്റെ 2 എൻഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 2 റിങ്ങും ബ്രഷും ചേർന്ന സംവിധാനമാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. DC ജനറേറ്റർ ആണെങ്കിലും AC ജനറേറ്റർ ആണെങ്കിലും അതിൻ്റെ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി AC തന്നെയാണ്. AC ജനറേറ്ററിൽ ആ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ, ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അങ്ങനെ തന്നെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്, അതാണ് AC. പക്ഷേ DC ജനറേറ്ററിൽ ഈ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC-യെ അങ്ങനെ തന്നെ പുറത്തേട്ട് എടുക്കുന്നില്ല. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വഴി അതിനെ ഒരു ഡയറക്ഷനിലാക്കാനായിട്ട് സഹായിച്ച് ഒരു ഡയറക്ഷനിലാക്കി എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി AC ആണെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനി ഒരു DC ജനറേറ്ററിന്
ഏറ്റവും കൂടുതലായിട്ട് സാമ്യമുള്ളത് ഏതിനോടാണെന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു DC ജനറേറ്ററും ഒരു DC മോട്ടറും നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ടും ഏകദേശം അതിൻ്റെ പാർട്സ് എല്ലാം ഒരുപോലെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മോട്ടർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രഷിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ആർമേച്ചർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് മോട്ടർ. അതേസമയം അതിനെ ഒരു ജനറേറ്ററായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആർമേച്ചറിനെ നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, അതിൻ്റെ ബ്രഷിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇലക്ട്രിസിറ്റി പുറത്തേട്ട് എടുക്കുന്നു. ഒരു മിനി മോട്ടറിൻ്റെ രണ്ട് എൻഡിലേക്കും നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ രണ്ട് ഡയറക്ഷനിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യുമോ അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ? തീർച്ചയായിട്ടും അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അതൊരു DC മോട്ടർ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു DC ജനറേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് AC ആണെങ്കിലും ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ സംവിധാനത്തിലൂടെ ഇലക്ട്രിസിറ്റി പുറത്തേട്ട് വരുന്നതുകൊണ്ട് അത് ഒരു ഡയറക്ഷനിലേക്ക് ആയാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫ്ലക്ഷൻ ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും. മാത്രമല്ല അതിൽ കിട്ടുന്ന കറണ്ടിന് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസും ഉണ്ടാവും. ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും കട്ട് ചെയ്യുന്ന ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണം വ്യത്യാസമുള്ളത് കൊണ്ട് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ടാവും. DC ജനറേറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഗ്രാഫ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ, സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ വരേണ്ടതായിരുന്നു. പക്ഷേ ആ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ അതിനെ വീണ്ടും ഇതേ ഡയറക്ഷനിൽ തന്നെ ആക്കുന്നത് കൊണ്ട് അടുത്ത ഒരു ഫുൾ റൊട്ടേഷനിലെ രണ്ട് ഹാഫുകളും സെയിം ഡയറക്ഷനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്. എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. കൂടിയ പോയിന്റ്, കുറഞ്ഞ പോയിന്റ് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ. എങ്ങനെ കാണുവാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ DC ഡൈനമോയിൽ നിന്ന് വരുന്ന DC അത്. അപ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഗ്രാഫ് ഇതാണ്. അസം ബാറ്ററിയിൽ നിന്ന് നമുക്ക് DC പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയാണ്. അതിൻ്റെ അങ്ങനെ ഫ്ലക്സ് ലൈൻസിന് കട്ട് ചെയ്ത് കിട്ടുന്ന ഇലക്ട്രിസിറ്റി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന DCയുടെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നില്ല. മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഇത് നമ്മളൊരു ഗാൽവനോമീറ്ററിലൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ സൂചിക്ക് ആ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. കാരണം ഇലക്ട്രിസിറ്റി ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് പെർമനൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ നീഡിൽ നിൽക്കുക. ഇനി AC-യുടെ ഒരു ഗ്രാഫ് നമ്മൾ കണ്ടു. AC-യുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇത് AC-യുടെ ഗ്രാഫ്, AC ജനറേറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ഗ്രാഫ്. ഇത് DC ജനറേറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ഗ്രാഫ്. ഇത് DC ബാറ്ററിയിൽ നിന്ന് വരുന്ന DCയുടെ ഗ്രാഫ്.